ജില്ലാ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൗൺസിലും ഫിറ്റ്നസ് സ്റ്റുഡിയോ ജിമ്മിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മിസ്റ്റർ ആൻഡ് മിസ് മലപ്പുറം മത്സരം 2-3 തീയതികളിൽ തിരൂർ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മിസ്റ്റർ മലപ്പുറം ജില്ലാതല ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് വരുന്ന 3-ാം തീയതി ശനിയാഴ്ച തിരൂരിൻ്റെ നഗരഹൃദയത്തിലെ വാഗൺ ട്രാജഡി സ്മാരക ടൗൺ ഹാളിൽ വെച്ചിട്ട് നടക്കുകയാണ്. ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് തിരൂരിൽ വെച്ചിട്ട് ഒരു ഔദ്യോഗിക മത്സരം നടക്കാൻ പോകുന്നത്. തിരൂരെന്ന് പറയുമ്പോൾ ശരിക്കും ബോഡി ബിൽഡിംഗ് എന്ന ഈ സ്പോർട്സിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ്. അത്തരം ഒരു മേഖലയിൽ ഇതുപോലെയുള്ള ഒരു ഔദ്യോഗിക മത്സരം എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. അതും ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് ഈ മത്സരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും ഒരു ഔദ്യോഗികമായിട്ടുള്ള മത്സരമാണ്. നമുക്കറിയാം, ബോഡി ബിൽഡിംഗ് എന്ന ഈ ഒരു സ്പോർട്സ് ഇന്ന് കേരളത്തിൽ ഫുട്ബോൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ നെഞ്ചേറ്റിയിട്ടുള്ള ഒരു കായിക മേഖലയാണ് ബോഡി ബിൽഡിംഗ്. ആരോഗ്യ സംരക്ഷണം എന്നുള്ളത് ഒരു പാഷനായി ഇന്ന് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തിരൂരിൽ വെച്ചിട്ട് ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. വ്യത്യസ്തമായ കാറ്റഗറികളിൽ വ്യത്യസ്തമായിട്ടുള്ള വെയ്റ്റ് അടിസ്ഥാനത്തിൽ വനിതകൾക്കും പുരുഷന്മാർക്കും പ്രായം കൂടിയവർക്കുമൊക്കെ ആയിട്ട് എല്ലാ മേഖലയിലുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അവർകൾ ഉദ്ഘാടനം ചെയ്യും. തിരൂർ MLA പ്രിയപ്പെട്ട കുറുക്കോളി മൊയ്തീൻ സാഹിബ്, അതോടൊപ്പം തന്നെ തിരൂർ നഗരസഭ ചെയർമാൻ, നഗരസഭ പ്രതിപക്ഷ നേതാവ്, തിരൂർ DYSP, സർക്കിൾ ഇൻസ്പെക്ടർ തുടങ്ങി ഔദ്യോഗിക മേഖലകളിലെ വ്യത്യസ്തങ്ങളായ വ്യക്തിത്വങ്ങൾ മുഖ്യാതിഥികളായിട്ടും പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുന്നോടിയായിട്ട് മത്സരത്തിൻ്റെ വെയിങ് അഥവാ ഭാര നിർണയം വെള്ളിയാഴ്ച 2 മണിക്ക് തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതിനുശേഷമാണ് ശനിയാഴ്ച ടൗൺ ഹാളിൽ വെച്ചിട്ട് പ്രധാന മത്സരങ്ങൾ നടക്കുന്നത്. ഇത് ഒഫീഷ്യേറ്റ് ചെയ്യുന്നത് തന്നെ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധേയരായിട്ടുള്ള ജൂറി പാനലാണ്. മത്സരം 100% കുറ്റമറ്റ രീതിയിൽ ജനകീയമായിട്ടുള്ള രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ മത്സരം തിരൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഫിറ്റ്നസ് സ്റ്റുഡിയോ, വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചുകളുള്ള തിരൂരിലെ പ്രമുഖ ഫിറ്റ്നസ് ഗ്രൂപ്പായിട്ടുള്ള ഫിറ്റ്നസ് സ്റ്റുഡിയോയാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ മത്സരം തിരൂരിൽ ഓർഗനൈസ് ചെയ്യുന്നത് എന്നുകൂടി പറയുകയാണ്. ശനിയാഴ്ച കൃത്യം 10 മണിക്ക് തന്നെയാണ് ഒഫീഷ്യൽ മത്സരങ്ങൾ ആരംഭിക്കുന്നത്. സ്പോർട്സ് കൗൺസിലിന്റെ നിരീക്ഷണത്തിൽ നടക്കുന്ന മത്സരത്തിൽ സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ, മാസ്റ്റേഴ്സ്, ഫിസിക്കലി ചലഞ്ച്, മെൻസ് സ്പോർട്സ് ഫിസിക്, വുമൻസ് സ്പോർട്സ് ഫിസിക് തുടങ്ങിയ കാറ്റഗറികളിൽ വെയ്റ്റ് അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 11ഓളം അംഗീകൃത ക്ലബ്ബുകളിൽ നിന്നായി 600-ലേറെ മത്സരാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഭാരനിർണയത്തോടെയാണ് മത്സരത്തിന് തുടക്കം കുറിക്കുക. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ ഭാരനിർണയം ആരംഭിക്കും. മത്സര വിജയികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ട്രോഫികൾക്കും മെഡലുകൾക്കും പുറമെ സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച സർട്ടിഫിക്കറ്റുകളും ക്യാഷ് പ്രൈസുകളും സമ്മാനമായി നൽകും. ഉദ്ഘാടന ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA, തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, വൈസ് ചെയർപേഴ്സൺ സിന്ധു മംഗലശ്ശേരി, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഗഫൂർ P. ലില്ലീസ്, തിരൂർ DYSP AJ ജോൺസൺ, സർക്കിൾ ഇൻസ്പെക്ടർ P. വിഷ്ണു, ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരളയുടെ പ്രസിഡന്റ് ബാബു ചെറിയാൻ, ജനറൽ സെക്രട്ടറിയും IBBF വൈസ് പ്രസിഡന്റും അർജുന അവാർഡ് ജേതാവുമായ TV പോളി എന്നിവർ സംബന്ധിക്കും. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ K. അബ്ദുൽ ലത്തീഫ് നഹ, മുഹമ്മദ് അലി അസീസ്, KK മനാഫ്, C. മുജീബ് റഹ്മാൻ, AK ഷഫീഖ്, K. കുഞ്ഞിമൊയ്തീൻ എന്നിവർ പങ്കെടുത്തു. മീഡിയ ന്യൂസ്, തിരൂർ.